ഇസ്രയേൽ-ഇറാൻ സംഘർഷമേറെ കലുഷിതമായി തുടരുന്നു. കഴിഞ്ഞ മാസം നടന്ന യുദ്ധത്തിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ 5 ഇസ്രയേലി സൈനിക താവളങ്ങളിൽ ആഘാതമേൽപ്പിച്ചതായി റിപ്പോർട്ട്. ഒറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പങ്കിട്ട ഉപഗ്രഹ ഡാറ്റ ഉദ്ധരിച്ച് ബ്രിട്ടീഷ് മാധ്യമമായ ടെലിഗ്രാഫാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇസ്രയേൽ സൈന്യത്തിനുണ്ടായ തിരിച്ചടി സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതാദ്യമായിട്ടാണ് പുറത്തുവരുന്നത്. ഇസ്രയേൽ പ്രതിരോധ സേനയുടെ താവളങ്ങളിലും മറ്റ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും നടന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സൈനിക സെൻസർഷിപ്പ് നിയമങ്ങൾ കാരണം ഇസ്രയേലിൽ പ്രസിദ്ധീകരിക്കുന്നത് തടഞ്ഞിരുന്നതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു. ടെൽ ഓഫ് വ്യോമതാവളം, ഗിലോട്ട് രഹസ്യാന്വേഷണ താവളം കൂടാതെ സിപ്പോറിറ്റ് ആയുധ നിർമ്മാണ താവളം എന്നിവിടങ്ങളിലടക്കമാണ് ഇറാന്റെ മിസൈൽ ആക്രമണം ആഘാതം ഏൽപ്പിച്ചതെന്ന് ടെലിഗ്രാഫിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. 6 റോക്കറ്റുകളാണ് ഇസ്രയേലി സൈനിക താവളങ്ങളിൽ പതിച്ചത്. കൂടാതെ ഇസ്രയേലിന്റെയും യുഎസിന്റെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് മറ്റ് 36 മിസൈലുകൾ ഇസ്രയേലിനുള്ളിൽ പതിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് 28 പേരുടെ മരണത്തിനിടയാക്കുകയും 240 കെട്ടിടങ്ങൾക്കും 2 സർവകലാശാലകൾക്കും ഒരു ആശുപത്രിക്കും നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തു. 13,000-ലധികം ഇസ്രയേലികളെ ഭവനരഹിതരാക്കുകയും ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം 500ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചുവെങ്കിലും ഇതിൽ ഭൂരിപക്ഷവും പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തിട്ടുണ്ട്. 12 ദിവസത്തെ യുദ്ധത്തിനിടയിൽ 1100 ഡ്രോണുകൾ ഇറാൻ വിക്ഷേപിച്ചതിൽ 1 മാത്രമാണ് ഇസ്രയേലിനുള്ളിൽ ആഘാതമുണ്ടാക്കിയത്. പ്രതിരോധിച്ച മിസൈലുകളുടെ എണ്ണം ഉയർന്നതാണെങ്കിലും ഓരോ ദിവസം കഴിയും തോറും പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് എത്തുന്ന മിസൈലുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. യുദ്ധത്തിന്റെ 7ാം ദിവസത്തോടെ ഏകദേശം 16% മിസൈലുകൾ ഇസ്രയേലിന്റെയും യുഎസിന്റെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൂടെ കടന്നെത്തിയെന്ന് ഡാറ്റകളെ ഉദ്ധരിച്ചുകൊണ്ട് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഇറാനുമായുള്ള സംഘർഷത്തിന്റെ ഘട്ടത്തിൽ പ്രതിരോധ മിസൈലുകളുടെ ക്ഷാമം നേരിട്ടിരുന്നുവെന്ന് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇത് ഇസ്രയേൽ പ്രതിരോധ സേന നിഷേധിച്ചിട്ടുണ്ട്. ഭീഷണി നേരിടാൻ ആവശ്യമായത്രയും മിസൈലുകളുമായി മുൻകൂട്ടി തയ്യാറെടുത്തിരുന്നുവെന്ന് അവർ വ്യക്തമാക്കി. എന്നാൽ ഇറാൻ മിസൈലുകൾ മാറ്റി പ്രയോഗിച്ചതും പ്രതിരോധത്തിൽ വിള്ളൽ വീഴ്ത്തിയിരിക്കാമെന്നും ടെലിഗ്രാഫ് അനുമാനിക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇറാൻ ക്ലസ്റ്റർ ബോംബ് മിസൈലുകൾ ഉപയോഗിച്ചതായി IDF സ്ഥിരീകരിക്കുന്നുണ്ട്. അത് കൂടുതൽ ആഘാതമേൽപ്പിച്ചതായും വിലയിരുത്തുന്നുണ്ട്. അതേസമയം ഇറാൻ വീണ്ടും ആണവായുധ നിർമ്മാണം ആരംഭിച്ചേക്കും എന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ആണവായുധ നിർമ്മാണ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താനോ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്താനോ ഇറാൻ സമ്മതിച്ചിട്ടില്ലെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ആണവായുധ നിർമ്മാണം ഇറാന് മറ്റൊരു സ്ഥലത്ത് ആരംഭിച്ചേക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയുണ്ടായാൽ അതൊരു പ്രശ്നമാകുമെന്നും ട്രംപ് പറയുന്നുണ്ട്. ഇറാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ ചേരുന്ന പ്രത്യേക യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗാസയുമായുള്ള വെടിനിർത്തൽ കരാറടക്കം ഈ യോഗത്തിൽ ചർച്ചയാകും എന്നാണ് വിവരം. സമീപകാല സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്ക് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിരീക്ഷണം പുനരാരംഭിക്കുക എന്നത് പ്രധാനമാണെന്ന് IAEA ഡയറക്ടർ ജനറൽ റഫേൽ ഗ്രോസി പറയുന്നുണ്ട്. തങ്ങളുടെ ആണവ ബാധ്യതകൾ പാലിക്കുന്നതിൽ ഇറാൻ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ജൂൺ 12-ന് IAEA പ്രമേയം പാസാക്കിയതിനു ശേഷം ഇറാൻ ഏജൻസിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്രയേൽ ആക്രമണം ആരംഭിക്കുന്നതിന് ഒരു ദിവസം മുൻപായിരുന്നു IAEA പ്രമേയം പാസാക്കിയത്. സഹകരണം നിർത്തിവെക്കുന്ന ഒരു ബില്ലിന് പരമോന്നത കൌൺസിൽ അംഗീകാരം നൽകിയതിനെ തുടർന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ IAEAയുമായുള്ള ബന്ധം ഔദ്യോഗികമായി വിച്ഛേദിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഇറാന്റെ ദേശീയ പരമാധികാരത്തോടും അഖണ്ഡതയോടുമുള്ള പൂർണ്ണമായ ബഹുമാനം ഉറപ്പാക്കാനാണ് നടപടി നടപ്പിലാക്കിയതെന്ന് പരമോന്നത കൌൺസിൽ വക്താവ് ഹാദി താഹ നസീഫ് പറഞ്ഞു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളുടെയും ശാസ്ത്രജ്ഞരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതുൾപ്പെടെയുള്ള ചില വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നതുവരെ തൽസ്ഥിതി നിലനിൽക്കുമെന്ന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നതായും ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.